ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇയ്യോബിന്റെ പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ബിനുമോൾ റോജി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം, കുതിര എന്തിനെയാണ് പുച്ഛിക്കുന്നത്? ഉത്തരം ഭയത്തെ. ഇയ്യോബിന്റെ പുസ്തകം 39 അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം, ഉറക്കെ കരഞ്ഞ് വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറിയത് ആരാണ്? ഉത്തരം ഇയ്യോബിന്റെ സ്നേഹിതന്മാർ. ഇയ്യോബിന്റെ പുസ്തകം 2 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, കുളിര് വരുന്നത് എവിടെ നിന്നുമാണ്? ഉത്തരം ഉത്തരദിക്കിൽ നിന്ന്. ഇയ്യോബിന്റെ പുസ്തകം 37 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, ആരുടെ വാക്കുകളാണ് കാറ്റിന് തുല്യമായിട്ടുള്ളത്? ഉത്തരം ആശയറ്റവന്റെ. ഇയ്യോബിന്റെ പുസ്തകം 6 അധ്യായം 26 വാക്യം. അടുത്ത ചോദ്യം, ഇയ്യോബിന്റെ കാളകളെയും പെൺകഴുതകളെയും പിടിച്ചുകൊണ്ടുപോയ ദേശക്കാർ ആരാണ്? ഉത്തരം ശെബായർ. ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായം 14, 15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കയ്യൂറ്റക്കാരൻ ദേശം കൈവശമായി, എന്നാൽ അതിൽ പാർത്തത് ആരാണ്? ഉത്തരം മാന്യനായവൻ. ഇയ്യോബിന്റെ പുസ്തകം 22 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, ഇയ്യോബ് തങ്ങളെ എങ്ങനെ എണ്ണുന്നു എന്നാണ് ബിൽദാദ് പറയുന്നത്? ഉത്തരം മൃഗം പോലെ. ഇയ്യോബിന്റെ പുസ്തകം 18 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, ഇയ്യോബിന്റെ പുസ്തകത്തിൽ അവസാനമായി ദൈവം അരുളി ചെയ്തത് ആരോടാണ്? ഉത്തരം തേമാന്യനായ എലീഫസിനോട്. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആരാണ്? ഉത്തരം സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ. ഇയ്യോബിന്റെ പുസ്തകം 14 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുന്നത് എന്താണ്? ഉത്തരം കാക്കക്കുഞ്ഞുങ്ങൾ. ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായം 41 വാക്യം. അടുത്ത ചോദ്യം, എലീഹുവിൻ്റെ വംശം ഏതാണ്? ഉത്തരം രാം വംശം. ഇയ്യോബിന്റെ പുസ്തകം 32 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, മനുഷ്യനായി ജനിക്കുന്നത് എന്താണ്? ഉത്തരം കാട്ടുകഴുതക്കുട്ടി. ഇയ്യോബിന്റെ പുസ്തകം 11 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, ആകാശത്തു നിന്ന് തീ ഇറങ്ങി ഇയ്യോബിന്റെ ഏത് മൃഗസമ്പത്താണ് കത്തി നശിച്ചത്? ഉത്തരം ആടുകൾ. ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം, ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. എന്തിനെയെല്ലാമാണ്?
ഉത്തരം ഹിമവും കൽമഴയും. ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായം 22, 23 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരിൽ ഡാഷും ഉണ്ട്, എന്താണത്? ഉത്തരം വിവേകം. ഇയ്യോബിന്റെ പുസ്തകം 12 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, ദുഷ്ടന്മാർ എന്തുപോലെ പറന്നു പോകുമെന്നാണ് സോഫർ പറഞ്ഞത്? ഉത്തരം സ്വപ്നം പോലെ. ഇയ്യോബിന്റെ പുസ്തകം 20 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, വൃദ്ധരായവർക്കും എന്ത് ഉണ്ടാകണമെന്നില്ല എന്നാണ് എലീഹു പറഞ്ഞത്? ഉത്തരം ന്യായബോധം. ഇയ്യോബിന്റെ പുസ്തകം 32 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, നദീഹയം ഏതു ചെടിയുടെ മറവിലാണ് കിടക്കുന്നത്? ഉത്തരം ഞാങ്ങണ. ഇയ്യോബിന്റെ പുസ്തകം 40 അധ്യായം 21 വാക്യം. അടുത്ത ചോദ്യം, കല്ലുരുക്കി എടുക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ചെമ്പ്. ഇയ്യോബിന്റെ പുസ്തകം 28 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, സൃഷ്ടാവായ ദൈവം രാത്രിയിൽ എന്തു നൽകുന്നു എന്നാണ് എലീഹു പറയുന്നത്? ഉത്തരം സ്തോത്രഗീതങ്ങൾ. ഇയ്യോബിന്റെ പുസ്തകം 35 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, കുതിരയെയും പുറത്തു കയറിയവനെയും പരിഹസിക്കുന്നത് എന്താണ്? ഉത്തരം ഒട്ടകപ്പക്ഷി. ഇയ്യോബിന്റെ പുസ്തകം 39 അധ്യായം 13, 18 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ബുദ്ധി പ്രാപിക്കുന്നത് ആരാണ്? ഉത്തരം പൊണ്ണനായവൻ. ഇയ്യോബിന്റെ പുസ്തകം 5 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ, ആരുടെ വാക്കാണിത്? ഉത്തരം ശൂഹ്യനായ ബിൽദാദിന്റെ. ഇയ്യോബിന്റെ പുസ്തകം 8 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, നരച്ചതുപോലെ തോന്നുന്നത് എന്താണ്? ഉത്തരം ആഴി. ഇയ്യോബിന്റെ പുസ്തകം 41 അധ്യായം 32 വാക്യം. അടുത്ത ചോദ്യം, തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ കടക്കുന്നത് എവിടെയാണ്? ഉത്തരം കല്ലറയിൽ. ഇയ്യോബിന്റെ പുസ്തകം 5 അധ്യായം 26 വാക്യം. അടുത്ത ചോദ്യം, മഹാനക്രം സമുദ്രത്തെ എന്തുപോലെയാണ് ആക്കി തീർത്തത്? ഉത്തരം തൈലം പോലെ. ഇയ്യോബിന്റെ പുസ്തകം 41 അധ്യായം 1, 31 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കോപം സംഗ്രഹിച്ചു വെക്കുന്നത് ആരാണ്? ഉത്തരം ദുഷ്ടമാനസന്മാർ. ഇയ്യോബിന്റെ പുസ്തകം 36 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, പെട്ടുപോയവർ എവിടെയോ അവിടെ അതുണ്ട്, എന്താണ്? ഉത്തരം കഴുകൻ. ഇയ്യോബിന്റെ പുസ്തകം 39 അധ്യായം 30 വാക്യം. അടുത്ത ചോദ്യം,
ഭോഷനെ കൊല്ലുന്നത് എന്താണ്? ഉത്തരം നീരസം. ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഇന്നത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു.